ടോണി സാർ പറഞ്ഞതുപോലെ ദൈവമായ കർത്താവ് തൻ്റെ ദാസന്മാരിലൂടെ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ കിടക്കുന്ന ദൈവിക പദ്ധതിയെക്കുറിച്ച് പ്രവചനാത്മാവിൽ പറയുകയും അത് ദൈവിക നടത്തിപ്പിൻ്റെ മുഖാന്തരങ്ങളാക്കി മാറ്റുകയും ചെയ്തതിൻ്റെ ഒരു അവസരം കേരളത്തിലെ സഭകളും കർത്തൃദാസന്മാരും ഒന്നിച്ചുപയോഗിക്കാൻ മനസ്സൊരുക്കത്തോടെ ദൈവസന്നിധിയിൽ ക്രമീകരിക്കപ്പെടുന്ന ഈ മഹാസംരംഭത്തിൻ്റെ പങ്കാളികളാകാൻ ദൈവം നമ്മെ കൂടി ഭാഗവാക്കുകളാക്കുന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്തൃദാസന്മാർ ഈ മീറ്റിങ്ങിനെ കുറിച്ചും അതിനോടനുബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചെല്ലാം വ്യക്തമായി ബോധിപ്പിച്ചതുകൊണ്ട് ഞാൻ ഇനി ആ പശ്ചാത്തലങ്ങളിലേക്കൊന്നും പോകാൻ ആഗ്രഹിക്കുന്നില്ല. ബഹുമാനപ്പെട്ട ജോയിച്ചാൻ ഓർപ്പിച്ചതുപോലെ പാറശാല മുതൽ നടന്നു വരുന്ന പ്രൊമോഷണൽ മീറ്റിങ്ങിൽ ആദ്യ സമയത്തൊക്കെ പല മീറ്റിങ്ങിലും എനിക്ക് അവരുടെ കൂടെ ശ്രേഷ്ഠന്മാരായവരെല്ലാം ശക്തരായ സംഘാടകരാണ്. അവരുടെ കൂടെ ആയിരിക്കാൻ കിട്ടിയ അവസരങ്ങൾ, അവിടുന്ന് കിട്ടിയ ഫീഡ്ബാക്കുകളെല്ലാം വലിയ ഒരു പാസ്റ്റർ എന്ന നിലയ്ക്ക്, ഒരു സഭാ ശുശ്രൂഷകൻ എന്ന നിലയ്ക്ക് സഭ വളരണമെന്നും ആത്മാക്കളെ കഴിയുന്നിടത്തോളം നേടണമെന്നും ആഗ്രഹിക്കുന്ന മനസ്സുള്ള ഒരാളെന്ന നിലയ്ക്ക് എന്നെ സംബന്ധിച്ച് നവംബറിലെ മീറ്റിങ്ങിന് വേണ്ടി ഒരുക്കപ്പെടുന്ന പല മീറ്റിങ്ങുകളും പ്രചോദനമായിരുന്നു. അവരുടെ കൂടെ യാത്ര ചെയ്തതെല്ലാം കർത്താവിൻ്റെ സന്നിധിയിൽ ഒരിക്കൽ കൂടെ നിങ്ങളുടെ മധ്യത്തിലായിരിക്കുമ്പോൾ തിരുവചന ശുശ്രൂഷയുടെ ഒരു ആവശ്യം, ഇതൊരു പ്രൊമോഷൻ മീറ്റിംഗ് ആണെങ്കിലും എനിക്കറിയില്ല, കർത്തൃദാസന്മാരെ ഓർപ്പിച്ചതുകൊണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ടോണി സാറിനെ വിളിച്ചു പറഞ്ഞ് പങ്കെടുക്കണം, 10 മിനിറ്റ് വചനം പറയണമെന്ന് പറഞ്ഞപ്പോൾ ഈ യോഗത്തോട് ബന്ധപ്പെട്ട് എൻ്റെ മനസ്സിൽ വന്ന ഒരു വേദഭാഗം പറഞ്ഞ് 8-10 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. സംഖ്യാപുസ്തകത്തിലെ ഒരു ഭാഗം നിങ്ങളുടെ മുമ്പിൽ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. സംഖ്യാപുസ്തകം 21-ാം അധ്യായം. വിശിഷ്യ കർത്തൃദാസന്മാരും വചന ശുശ്രൂഷകരുമായിരിക്കുക നിങ്ങൾക്ക് ഏവർക്കും പരിചിതമായിരിക്കുന്ന വേദഭാഗമായിരിക്കാം. വ്യാഖ്യാനം ആവശ്യമുള്ളതാണെങ്കിലും പറയുമ്പോൾ തന്നെ ഏറെക്കുറെ മനസ്സിലാകത്തക്ക രീതിയിൽ നമ്മളത് ഭാഗം ശ്രദ്ധിക്കുകയും കൈകാര്യം ചെയ്തിട്ടുള്ളത് കൊണ്ട് അധികം ആ കാര്യത്തിൽ ബുദ്ധിമുട്ടേണ്ടി വരില്ല എന്ന് ഞാൻ വിചാരിച്ചുകൊണ്ട് ഞാൻ ഈ ഭാഗം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. 21-ാം അധ്യായത്തിൻ്റെ 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അവിടെ നിന്ന് അവർ പേരിലേക്ക് പോയി. യഹോവ മോശയോട്, ജനത്തെ ഒന്നിച്ചു കൂട്ടുക, ഞാൻ അവർക്ക് വെള്ളം കൊടുക്കുമെന്ന് കൽപ്പിച്ച കിണർ അത് തന്നെ. ആ സമയത്ത് ഇസ്രായേൽ കിണറെ പൊങ്ങിവ, അതിന് പാടുകയും പ്രഭുക്കന്മാർ കുഴിച്ച കിണർ, ജനശ്രേഷ്ഠന്മാർ ചെങ്കോൽ കൊണ്ടും തങ്ങളുടെ ദണ്ടുകൾ കൊണ്ട് കുത്തിയ കിണർ എന്നുള്ള പാട്ട് പാടി. പരിചിതമായ വേദഭാഗമാണെന്നറിയാം. സംഖ്യാപുസ്തകത്തിലൊരു മാർമികമായിരിക്കുന്ന ഭാഗമാണ്. അത് അതിൽ തന്നെ പൂർണ്ണമല്ല, ഒരംശമായി പരാമർശിക്കപ്പെട്ടിരിക്കുന്നതാണ്. വ്യാഖ്യാതാക്കൾ പോലും പറയാതെ വിട്ടിരിക്കുന്നൊരു ഭാഗമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ ഞാൻ ഇവിടെ വരാൻ വേണ്ടി ക്ഷണം ലഭിക്കുകയും ഇവരുടെ ഭാഗമായി ഈ അനുഗ്രഹീത ശുശ്രൂഷയുടെ ഭാഗമായി നിൽക്കാൻ എൻ്റെ മനസ്സ് പ്രേരിപ്പിക്കുകയും ചെയ്തു. ഇന്നിവിടെ അല്പസമയം വചനം പറയണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് ഓടി വന്ന ഭാഗം ഇതാണ്. സംഭവത്തെക്കുറിച്ച് 1-2 കാര്യങ്ങൾ മാത്രം പറഞ്ഞ് നിങ്ങൾ ശ്രദ്ധിച്ചായിരിക്കുന്നെങ്കിൽ ഞാൻ വാക്കുകൾക്ക് ഉപസംഹാരം കൊടുക്കുകയും ചെയ്യാം. ഇസ്രായേൽ മക്കൾ മിഡിലീസ്റ്റിലെ ഏകദേശം 42-ൽ പരം സ്ഥലങ്ങളിൽ മാറി മാറി പാളയമടിച്ച് 40ഓളത്തോളം വർഷങ്ങൾ കൊണ്ട് കനാനിലേക്കുള്ള പ്രയാണത്തിൽ ഇപ്പോൾ നമ്മൾ വായിച്ചത് ബേരിലെത്തിയെന്നാണ്. ബേരിലെത്തിയപ്പോൾ മോശയോട് ദൈവം പറഞ്ഞൊരു വാക്കാണ്, ജനത്തെ ഒന്നിച്ചു കൂട്ടുക, ജനത്തെ ഒന്നിച്ചു കൂട്ടുക. 3-4 കൂട്ടം കാര്യങ്ങൾ മാത്രം ഞാൻ അതിൽ നിന്ന് പറയാം. ഒന്ന്, ഇവരൊന്നിച്ച് യാത്ര ചെയ്യാണ്, മേഘത്തിൻ്റെ കീഴിലാണ്. പക്ഷേ ഇവിടെ എത്തുന്ന സമയത്ത് ദൈവം പറഞ്ഞു, ജനത്തെ ഒന്നിച്ചു കൂട്ടുക. ദൈവമാണ് കൽപ്പിച്ചത് ജനത്തെ ഒന്നിച്ചു കൂട്ടാൻ. ദർശനം അല്ലെങ്കിൽ എന്തോ ദൈവം ചെയ്യാൻ പോകുമ്പോൾ അതിനു മുമ്പ് ലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിച്ചുള്ള എല്ലാവരെയും കൂടി വിളിച്ചിട്ട് ഇങ്ങനെയൊന്ന് ചെയ്യാന്ന് പറയുന്നതിനേക്കാൾ ദൈവത്തിൻ്റെ സ്വഭാവം, ദൈവമായ കർത്താവ് ചിലരോട് പറയും ചില കാര്യങ്ങൾ ചെയ്യാൻ. അങ്ങനെ പറയുമ്പോൾ അവരതിന് പ്രയത്നിക്കുകയും അത് നിർവഹിക്കപ്പെടുകയും ചെയ്യുമ്പോൾ സർവശക്തനായ ദൈവം എന്താണോ പറഞ്ഞത് അതവിടെ വെളിപ്പെട്ട് വരികയാണ് ചെയ്യുന്നത്. ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇത്രയും സമയം കൊണ്ട് ശ്രേഷ്ഠ ദൈവദാസന്മാർ കുറേ നാളുകളായിട്ടുള്ള യോഗം നടന്നിട്ടെന്ന് ഓർത്തൊരു യോഗം വെച്ചതല്ല. നിരന്തരമായ പല സ്ഥലങ്ങളിൽ പല വിധത്തിൽ നിരന്തരമായ പ്രാർത്ഥനകൾ നടക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ഒരു അവസരം കേരളത്തിൽ ദൈവം ഒരുക്കുകയാണ്. എൻ്റെ മനസ്സിന്ന് വൈകുന്നേരം ഇവിടെ വെച്ച് പറയുന്നു, ജനത്തെ ഒന്നിച്ചു കൂട്ടുക എന്ന് പറയുന്നത് സ്വർഗത്തിലെ ദൈവമാണ്. ജനത്തെ ഒന്നിച്ചു കൂട്ടാൻ പറയുമ്പോൾ ദൈവം എന്തോ കണ്ടിട്ടുണ്ട്. അതിന് പക്ഷേ എന്നോട് പറഞ്ഞില്ലല്ലോ എന്ന് നമ്മളാരും ധരിക്കരുത്.
ഇവിടുത്തെ അഹരോനോട് പറഞ്ഞില്ല, അല്ലെങ്കിൽ ഇവിടുത്തെ നേതൃത്വത്തിൽ നിന്ന് മറ്റാരോടും പറഞ്ഞില്ല, യോശുവയോടോ കാലേബിനോട് പറഞ്ഞില്ല. സ്വർഗത്തിൽ ദൈവം ഒരാളോട് പറഞ്ഞു, ജനത്തെ ഒന്നിച്ചു കൂട്ടാൻ. സ്തോത്രം. കേരളത്തിൽ ആരോടെങ്കിലും ഒരാളോട് സ്വർഗത്തിൽ ദൈവം ഒരു കാര്യം പറഞ്ഞാൽ അതിൻ്റെ കൂടെ നിൽക്കാൻ ആര് തയ്യാറാകുന്നോ അവർ ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ കാണും, അവർ ദൈവത്തിൻ്റെ പദ്ധതിയിലെ പങ്കാളികളായി മാറും. സ്തോത്രം. ജനത്തെ ഒന്നിച്ചു കൂട്ടാൻ ദൈവം പറഞ്ഞ സമയത്ത് മോശ ജനത്തെ ഒന്നിച്ചു കൂട്ടി. അങ്ങനെ ഒന്നിച്ചു കൂട്ടിയപ്പോൾ ദൈവം പറഞ്ഞതാണ്, സ്തോത്ര വാക്കിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ദൈവം പറഞ്ഞ വാക്കിതാണ്, ഞാൻ അവർക്ക് വെള്ളം കൊടുക്കുമെന്ന് കൽപ്പിച്ച കിണർ ഇത് തന്നെ. ഇത് പറഞ്ഞുകൊണ്ടാണ് ഒന്നിച്ചു കൂട്ടാൻ തുടങ്ങിയത്. അപ്പോൾ വെള്ളം എന്ന വിഷയം ഇസ്രായേൽ മക്കളെ സംബന്ധിച്ച് മരുഭൂമിയിൽ ഒരു പ്രശ്നമായിരുന്നു. വെള്ളത്തെ ചൊല്ലി എത്രയും പ്രശ്നം ഉണ്ടായി. ഒരു വെള്ളം കുടിച്ചത്, ഇത്രയും നാളും കുടിച്ചത് നിങ്ങൾക്കറിയാം. സ്തോത്രം. അവര് പാറയിൽ നിന്ന് ഒഴുകി വന്ന വെള്ളമാണ് കുടിച്ചത്. പക്ഷേ ഇവിടെ വെച്ച് അവർക്ക് വെള്ളം കൊടുക്കുമെന്ന് പറയുന്ന കിണർ എന്ന് പറയുന്നത് ഒരു പുതിയ സന്ദർഭമാണ്. കാരണം ദൈവദാസന്മാരായിരിക്കുന്ന നമുക്കറിയാം, കഴിഞ്ഞ ദീർഘവർഷങ്ങളായി മരുഭൂമിയിൽ ഇവര് കുടിച്ച വെള്ളം ചെന്നടത്ത് കിണർ കുടിച്ചല്ല. നമ്മൾക്ക് അറിവ് കിട്ടിയിരിക്കുന്ന അനുസരിച്ച് ഇവര് പാളയത്തിന്റെ മുറ്റത്തുകൂടി പാറ പിളർന്നൊഴുകിയ വെള്ളമാണ് കുടിച്ചത്. കൊരിന്ത്യലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്, അവരെ അനുഗമിച്ച പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. പക്ഷെ ഇവിടെ വെച്ച് സ്വർഗത്തിലെ ദൈവം പറയുന്നു, സ്തോത്രം, വെള്ളം മാറിത്തരികയാണ്. കിണറിലെ ഇവർക്ക് കൊടുക്കുമെന്ന് പറഞ്ഞ് എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ഞാൻ അവർക്ക് വെള്ളം കൊടുക്കുമെന്ന് കൽപ്പിച്ച കിണർ എവിടെയാണ്? സ്തോത്രം എന്ന് പറഞ്ഞ് ജനത്തെ ഒരുമിച്ച് കൂട്ടി. അവരെല്ലാം കൂടി ഒരുമിച്ച് കൂടി. അവിടെ എല്ലാവരും കൂടി ലക്ഷക്കണക്കിന് ആളുകൾ, സ്തോത്രം, മോശ പറഞ്ഞപ്പോൾ ഈ യാത്രാമധ്യത്തിൽ ദൈവം പറഞ്ഞ പേരിൽ അവർ ഒരുമിച്ച് കൂടി. ഇവിടെ ഞാൻ പറഞ്ഞത് ഇതൊരു അപൂർണതയുണ്ട്. വായിക്കുമ്പോൾ എഴുതി തീർത്തത് പൂർണ്ണമായിട്ടില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അങ്ങനെ പറഞ്ഞ പെട്ടെന്ന് അവിടെ പാട്ട് പറഞ്ഞ അവസാനിപ്പിക്കുക, കിണർ കിട്ടിയോ വെള്ളം കുടിച്ചോ, ഇതിന്റെ വിശദീകരണങ്ങളൊന്നും പൂർണ്ണമായിട്ടില്ല. വേദപുസ്തകത്തിന്റെ സ്വഭാവം കൂടിയാണ്. പക്ഷേ നമുക്ക് കുറെ കാര്യങ്ങൾ അവിടെ നിന്ന് ആത്മാർത്ഥമായിട്ട് ചിന്തിക്കാൻ നോക്കൂ. അവിടുത്തെ സംഭവം കുറച്ചുകൂടെ നമ്മുടെ ഹൃദയത്തിൽ ആ കാര്യത്തെ പശ്ചാത്തലം ഒരുക്കി ചിന്തിച്ചാൽ, മോശയോട് ദൈവം പറഞ്ഞതനുസരിച്ച് അവിടെ ചെന്നപ്പോൾ ഇവിടെയാണ് കിണറെന്ന് പറഞ്ഞു. പക്ഷേ അവിടെ നിന്ന് എല്ലാവരും കൂടെ ഒന്നിച്ച് നോക്കിയപ്പോൾ കിണറില്ല. ഒരു പക്ഷേ മോശ, സ്തോത്രം, ആ ചുറ്റുവട്ടത്തെല്ലാം ആളുകളെ പറഞ്ഞു കിട്ടുവാണ്, ദൈവം പറഞ്ഞ കിണർ അവിടാണ്. സ്തോത്രം, അവിടെ ഒന്നും കിണർ കണ്ടില്ല. പക്ഷെ ഒരു കാര്യം മോശയ്ക്ക് ഉറപ്പുണ്ട്, ദൈവം ഒരിക്കലും പോഷക പറയുകയല്ല. സ്തോത്രം. ഞാൻ ഈ വചനത്തിന് മുന്നിൽ നിന്നുകൊണ്ട് പറയാം, കോട്ടയത്ത് നവംബർ മാസത്തിൽ ജനത്തോട് ഒരുമിച്ച് കൂടുവാൻ, കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കർത്തൃസഭകൾ ഒരുമിച്ച് കൂടി ഒരു വലിയ സംരംഭത്തിന് തുടക്കം കുറിക്കാൻ സ്വർഗം കണ്ടിട്ടുണ്ടെങ്കിൽ സ്വർഗസ്ഥനായ ദൈവം പോഷക പറയുന്നവനല്ല. ദൈവം എന്തോ കണ്ടിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം ക്രമീകരിച്ചിരിക്കുന്നതെന്ന് ഇവിടെ വന്ന് വിശ്വസിച്ച് യോഗത്തിൽ പങ്കെടുക്കുമ്പോൾ വിശ്വസിക്കാൻ മനസ്സുള്ള ദൈവമക്കൾ, സ്വർഗം എന്തോ കണ്ടിട്ടാണ് ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്നതെന്ന് വിശ്വസിക്കുന്നവർ മനസ്സ് തുറന്ന ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്തേക്കുക. ഹല്ലേലൂയ. സ്തോത്രം. എന്ത് ചെയ്തു? ദൈവം പറഞ്ഞു. പിന്നെ ദൈവം പറഞ്ഞു നടന്നും കണ്ടില്ല. പിന്നെ അവിടുത്തെ കിണർ വരാനുള്ള പാസ്വേഡോ പരിപാടികളോ ഒന്നും ദൈവം കൊടുത്തില്ല. ഇത്രേ ദൈവം പറഞ്ഞോളൂ. പക്ഷെ ബാക്കി മോശ വിശ്വസിച്ചു, ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കിണറുണ്ടാകും. സ്തോത്രം. അങ്ങനെ ഒരുമിച്ച് കൂടിയ ആളുകൾ അവിടെ കിണർ പ്രഥമദൃഷ്ടിയെ കണ്ടില്ല. പക്ഷെ ദൈവം പറഞ്ഞത് സത്യമാണെന്ന് വിശ്വസിച്ച് അവർ അവിടെ ചെയ്തത് എങ്ങനെയാണ്? സ്തോത്രം. ആ പാട്ടിന്റെ വരികൾ ശ്രദ്ധിച്ചാൽ, മലയാളികളായ നമുക്ക് ആ പാട്ടിന്റെ വരികൾ ശ്രദ്ധിച്ചാൽ, ആ പാട്ടിനകത്ത് അന്തർലീനമായിരിക്കുന്നത് എങ്ങനെയാണ്? അവർ പറഞ്ഞത് കിണർ എന്ത് ചെയ്യുന്നല്ല, ദൈവത്തോട് ചോദിക്കുകയല്ല. ആ പാട്ടിന്റെ വരികൾ എങ്ങനെയാണ്? കിണറെ പൊങ്ങിവ. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ അവരെ വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങളോട് ഇവിടെ ഒരുമിച്ച് കൂടാൻ പറഞ്ഞ ദൈവമാണെങ്കിൽ, ഇവിടെ ഒരുമിച്ച് കൂടിയത് കിണർ ഞങ്ങൾക്ക് തരാനാണെങ്കിൽ അത്, സ്തോത്രം, എവിടെയോ മറഞ്ഞു കിടക്കുകയാണ്. ജനം ഒരുമിച്ച് കൂടി ദൈവത്തിന്റെ സന്നിധാനത്തിൽ ഈ പാട്ട് പാടാൻ തുടങ്ങിയപ്പോൾ, അവിടെ എഴുതിയിട്ടില്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു, അണ്ടർസ്റ്റുഡ് ആണെന്ന് വിശ്വസിക്കുന്നു, ഇവരെ സ്തോത്രം അവിടെ വെച്ച് മോഹഭംഗം കൊണ്ട് ദൈവം പറഞ്ഞ കാര്യങ്ങൾ നടക്കില്ലെന്ന് പറഞ്ഞ് വിരിയായിരിക്കുകയില്ല ചെയ്തത്. ഞാൻ വിശ്വസിക്കുന്നു, ഇവർ ആ കിണർ കണ്ടിട്ടുണ്ട്, ആ കിണറിൽ നിന്ന് കുടിച്ചിട്ടുണ്ട്. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, സ്വർഗത്തിന് ദൈവം പറഞ്ഞതനുസരിച്ച് കോട്ടയത്തിന്റെ നെഹ്റു സ്റ്റേഡിയത്തിൽ ഈ യോഗത്തിന്റെ മഹാസമ്മേളനത്തിൽ ഒരുമിച്ച് കൂടി ദൈവത്തിന് സ്തോത്രം ചെയ്യുമ്പോൾ സ്വർഗം പറഞ്ഞു വെച്ചിരിക്കുന്നത് മറഞ്ഞിരിക്കുകയാണെങ്കിലും അതിനെ അവിടെ വെളിപ്പെടുത്താൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനാണെന്ന് ഞാൻ അങ്ങ് വിശ്വസിക്കുമ്പോൾ, യേശുവിന്റെ നാമത്തിൽ ഈ കൊച്ചു യോഗത്തിൽ നമ്മളത് വിശ്വസിച്ചാൽ വരാനിരിക്കുന്ന വലിയ യോഗത്തിൽ ദൈവം തെളിയിക്കാൻ വിശ്വസ്തനായ ദൈവമാണ്. ഹല്ലേലൂയ. സ്തോത്രം. എന്റെ അവസാന വാക്കുകൾ പറയാൻ കേൾക്കണേ. സ്തോത്രം. അവിടെ മോശമായി പാട്ട് പാടി കിണർ അവിടെ വന്നു.
അന്തരീക്ഷത്തിൽ നിന്ന് കിണർ വരുത്തി കൊടുക്കാമോ? ദൈവം കാനാവിലെ വെള്ളം വീഞ്ഞാക്കിയത് പോലെ അത്ഭുത സിദ്ധിയിലൂടെ വെള്ളം അവിടെ തരാമെന്നോ അല്ല പറഞ്ഞത്. കിണറിന്റെ കാര്യം മാത്രം പറഞ്ഞു. പക്ഷെ കിണറിനെ കുറിച്ച് പാട്ടിന്റെ വരിയിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: സ്തോത്രം, ഇവര് വരുന്നതിനേക്കാൾ മുമ്പ്. ഇത് സ്തോത്രം മായാലോകത്തുനിന്ന് എവിടെയോ ഇവിടെ ഉണ്ടാകട്ടെ എന്ന് ദൈവം പറഞ്ഞപ്പോൾ ഉളവായ കിണറല്ല എന്ന പാട്ടിന്റെ വരികൾ നോക്കിയാൽ അറിയാം. അവിടെ എന്താ പാട്ടിന്റെ വരികൾക്ക് എഴുതിയിരിക്കുന്നത്? പ്രഭുക്കന്മാർ കുഴിച്ച കിണർ, ജനശ്രേഷ്ഠന്മാർ ചെങ്കോൽ കൊണ്ടും തങ്ങളുടെ ദണ്ടുകൾ കൊണ്ടും കുത്തിയ കിണർ എന്ന പാട്ട് പാടി. നിങ്ങൾ കേട്ടെ, ആ പാട്ടിന്റെ വരികൾക്കകത്ത് ഇങ്ങനെയാണ്: ദൈവം പറഞ്ഞ കിണറെ മുങ്ങിവാന്നല്ല പറഞ്ഞത്. പിന്നെ എന്താ പറഞ്ഞത്? മോശയ്ക്ക് ഇതിനെ കുറിച്ച് വെളിപ്പാട് കിട്ടി. ഞങ്ങളിവിടെ വരുന്നതിനേക്കാൾ മുമ്പ് പ്രഭുക്കന്മാർ രാജദണ്ഡ് കൊണ്ട് കുത്തിയിട്ടിരിക്കുന്ന കിണർ, സ്തോത്രം, ജനശ്രേഷ്ഠന്മാർ അധികാരത്തിന്റെ ദണ്ഡ് കൊണ്ട് കുത്തിയ കിണർ. കിണറിന്റെ പ്രത്യേകത വേദപുസ്തക വ്യാഖ്യാന ശാസ്ത്രം അനുസരിച്ച് സമുദ്രം, നദി, കിണർ, കുളം, തോട് ഇതെല്ലാം വേദപുസ്തകത്തിൽ വിവിധ സന്ദർഭത്തിൽ പ്രസംഗ വിഷയത്തിൽ പ്രമേയമായി വരുന്നതാണ്. ഇതെല്ലാം വ്യത്യസ്ത വ്യാഖ്യാനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഈ കിണറൊന്നും ഒരിക്കലും തന്നെ ഉണ്ടാകുന്നതല്ല. കുളങ്ങളും നദികളും ആറുകളൊന്നും ആരും ഇവിടെ അടുത്തോട് കൊടുക്കുന്ന പമ്പയാറ് ആരും ഇവിടെ ക്യാഷ് കൊണ്ടും അലമാങ്ങ കൊണ്ടും കുത്തി ഉണ്ടാക്കിയതല്ല. ഇതൊക്കെ പ്രപഞ്ചം നമുക്ക് സമ്മാനിച്ചതാണ്. പല കുളങ്ങളും പാറ പൊട്ടിച്ചപ്പോഴോ മണ്ണെടുത്തപ്പോഴൊക്കെ ഉണ്ടായതായിരിക്കാം. സ്തോത്രം, സമുദ്രം നമ്മളാരും ഉണ്ടാക്കിയതല്ല. പക്ഷേ വീട്ടുമുറ്റത്ത് കിണറുകളൊന്നും തന്നെ ഉണ്ടായതല്ല. പ്രപഞ്ചത്തിന്റെ പ്രതിഭാസമല്ല, ആരോ മെനക്കെട്ടിട്ടുണ്ടായതാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന വാക്കനുസരിച്ച് ഇവർ വരുന്നതിനേക്കാൾ മുമ്പ് എവിടെ നിന്നോ വന്നതല്ല. ഞങ്ങൾക്ക് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന പ്രഭുക്കന്മാരെ കൊണ്ട് സ്വർഗം കുത്തിച്ച കിണർ അതിവിടെ മറിഞ്ഞു കിടക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് സ്വർഗത്തിലെ ദൈവം ഇവിടെ ഒരുമിച്ച് കൂട്ടിയത്. അത് പൊങ്ങി വരണം, ഞങ്ങളുടെ അവകാശമാണ്, ദൈവം പറഞ്ഞതാണ് എന്ന് പറഞ്ഞ് പാടാൻ തുടങ്ങിയപ്പോൾ സ്വർഗം അത് നിറവേറ്റിയെങ്കിൽ ഇന്ന് സന്ധ്യയാകുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ബഹുമാന്യനായ യങ് ഹൂലി അദ്ദേഹത്തിന്റെ ടീം കൊറിയയിൽ നിന്ന് ഇവിടെ വന്ന് കോട്ടയത്ത് കിണർ കുത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുമില്ല, പറയുന്നുമില്ല. പക്ഷേ സ്തോത്രം, ഇന്നലകളിൽ ഈ കേരളത്തിൽ ചെരിപ്പെടാത്ത കാലമുണ്ട് ഒറ്റ കൊണ്ടെടുത്ത് ദൈവത്തിന്റെ പ്രഭുക്കന്മാരെ പോലെ കണ്ണുനീരിൽ വിതച്ചവർ പലരും കുത്തിയ കിണറുകൾ. സ്തോത്രം, ദൈവത്തിന്റെ ആത്മാവിലെ ശുശ്രൂഷ വെളിപ്പെടുമ്പോൾ അവരോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ, അവരെ വിതച്ച വിത്തുകൾ, അവരുടെ കണ്ണുനീരിന്റെ ഫലങ്ങൾ, സ്തോത്രം, സഭ അനുഭവിക്കേണ്ട ദൈവത്തിന്റെ നീരൊഴുക്കുകളെ സ്വർഗസ്ഥനായ ദൈവം തുറന്നു തരും. അത് വെളിപ്പെട്ട് വരുമെന്നുള്ള വിശ്വാസത്തോടെ പരിശുദ്ധാത്മ നിറവോടെ ഈ അനുഗ്രഹീതമായിരിക്കുന്ന ആത്മീയ സംരംഭത്തിന് ചുമൽ കൊടുക്കാൻ നമ്മളിൽ ആരൊക്കെ തയ്യാറാകുമോ? ഞാൻ ആരൊക്കെയാണ് ഹൃദയം കൊണ്ട് വിശ്വസിക്കുക. സ്തോത്രം, കർത്താവ് വരാൻ താമസിച്ചാൽ കുറച്ചുകൂടെ ആയുസ് ആരോഗ്യമൊക്കെ തന്നാൽ ഈ ആയുസ് കൊണ്ട് ചിലതോടെ ദൈവസന്നിധിയിൽ നേടണമെന്നും ചിലതോടെ കർത്താവിന് വേണ്ടി ആയിത്തീരണമെന്നും ആഗ്രഹിക്കുന്നത് കൊണ്ട് ഇങ്ങനെ ഒരു അഭിഷേകത്തെ ദൈവമായ കർത്താവ് നാട്ടിലേക്ക് അയച്ച് 1000 ലക്ഷക്കണക്കിന് ആളുകൾ ഒന്നിച്ചു കൂടുമ്പോൾ അതിൻ്റെ ഒരു ഭാഗമായി പുറകിൽ നിന്ന് കണ്ണുനീരോടെ സ്തോത്രം പറഞ്ഞ് സ്തുതിക്കാൻ മുത്താൽ ഈ വരാനിരിക്കുന്ന ദൈവത്തിന്റെ ഉറവയിലെ ഒരു തുള്ളിയെങ്കിലും എനിക്ക് കിട്ടുമെന്നുള്ള വിശ്വാസത്തോടെ